KJU സെക്രട്ടറി കളവ് പറഞ്ഞു കഴിഞ്ഞു, KJU സെക്രട്ടറി ഇതാ നുണ പറഞ്ഞു കളഞ്ഞു, KJU സെക്രട്ടറി തോന്നിയാസം പറഞ്ഞു കളഞ്ഞു, ഇയാൾ ആ സീറ്റിലിരിക്കാൻ യോഗ്യനാണോ? KJU സെക്രട്ടറി കളവ് പറഞ്ഞു കഴിഞ്ഞു, KJU സെക്രട്ടറി ഇതാ നുണ പറഞ്ഞു കളഞ്ഞു, KJU സെക്രട്ടറി തോന്നിയാസം പറഞ്ഞു കളഞ്ഞു, ഇയാൾ ആ സീറ്റിലിരിക്കാൻ യോഗ്യനാണോ? ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല, എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകം എവിടെ എന്നാ ചോദിക്കുന്നത്. ആ വാചകം എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. മുജാഹിദുകൾ ഇക്കാലം വരെ പറഞ്ഞ പ്രാർത്ഥനയ്ക്കുള്ള വിശദീകരണങ്ങൾ നമ്മളുടെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽ മേലോട്ട് KP മുഹമ്മദ് മൗലവി എഴുതിയ, അതേപോലെ തന്നെ കുഞ്ഞീദ് മദനി എഴുതിയ, നമ്മളുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ, ഇപ്പോൾ വിസ്ഡം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അബ്ദുൽ ഹഖ് സുലമി ആമയൂർ വരെയുള്ള ആളുകൾ പ്രാർത്ഥന എന്ന കാര്യം വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തിയ വിശദീകരണങ്ങൾ, ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. അതായിരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമുണ്ടാവുകയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ അടുത്ത സമയത്തായി ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ വിഷയത്തെ അവരിറക്കി വിട്ടു. ആ വിഷയത്തെ ഇറക്കി വിട്ടുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുരകളിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ചൊരാരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന്. ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ചൊരാരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന്. ഉന്നയിച്ചൊരാരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന്.